മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ഷെൻഷാഡ് സുദൂതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 8, 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ഒലിവ് മലയിലേക്ക് പോയി അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുത്തെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജനും പരിസേയരും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിങ്ങൾ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി, അവനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. മറ്റുള്ളവരെ വിധിക്കാനായിട്ട് നിനക്ക് എന്ത് അവകാശം? ഈശോ നിയമജനോടും പരിസേയരോടും വളരെ വ്യക്തമായി പറയുകയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീ അവളെ കല്ലെറിയണമെന്ന് പറഞ്ഞ് മോശയുടെ നിയമം പറഞ്ഞ് ഈ മനുഷ്യരെ യേശോയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ഓരോരുത്തരായി സ്ഥലം വിട്ടു. അവസാനം ആ സ്ത്രീ മാത്രം അവിടെ ശേഷിച്ചു. കരുണാമയനായ കർത്താവ് അവളോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. നീ സമാധാനത്തിൽ പോയിക്കൊള്ളുക. ഇനിമേൽ പാപം ചെയ്യരുത്. ഈ നോമ്പ് കാലത്തിൽ ഈശോ നമ്മെ ക്ഷണിക്കുന്നത് സമാധാനത്തിലേക്കാണ്. നമുക്ക് ആർക്കും മറ്റുള്ളവരെ വിധിക്കാൻ അവകാശമില്ല എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. അവസാനം ഈശോയും പറഞ്ഞു, ഞാനും വിധിക്കുന്നില്ല, എനിക്കും അവളെ വിധിക്കാൻ അവകാശമില്ല എന്ന് ഈശോ വളരെ വ്യക്തമാക്കുകയാണ്. എന്നാൽ ഈശോ പറയുന്നു, നീ സമാധാനത്തിൽ പോകുക. ഈ നോമ്പ് കാലത്ത് നമ്മൾ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നവരാണ്, അല്ലെങ്കിൽ സ്വീകരിക്കുന്നവരാണ്. ഈശോ എന്ന ഓരോ കുമ്പസാരം എന്ന കൂദാശയിലും നമ്മളോട് പറയുന്നു, നീ സമാധാനത്തിൽ പോവുക. നിനക്ക് ഞാൻ സമാധാനം നൽകുന്നു. നിന്നെ ഞാൻ വിധിക്കുകയല്ല, മറിച്ച് സമാധാനത്തിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. ഈശോയോട് നമുക്ക് നന്ദി പറയാം. സമാധാനത്തിൽ നമുക്ക് വർത്തിക്കാം. കുമ്പസാരം എന്ന കൂദാശയിൽ ഈശോയെ നമുക്ക് കണ്ടുമുട്ടാം. നമ്മളെ രക്ഷിക്കുന്ന ആ കർത്താവ് നമ്മെ സമാധാനത്തിൽ പറഞ്ഞയക്കട്ടെ. പ്രസാദപരനാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് മറ്റാരെ വിധിക്കാൻ നമുക്ക് സാധിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ വിധിക്കാതിരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.